എന്റെ പ്രശാന്ത് ഞാൻ പറയുന്നവരല്ല, അവരൊക്കെ നിസ്സഹാര. അവരിത് ഉത്തരവാദിത്തപ്പെട്ടവരെ ഈ പാർട്ടിയുടെ ഇപ്പൊ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ സെക്രട്ടറി അവർ അറിയിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ ഒന്ന് ആലോചിക്കുക, അന്നത്തെ ദിവസം മുഖ്യമന്ത്രി രാവിലെ 9 മണിക്ക് പത്രസമ്മേളനം നടത്തുന്നു. ഈ പറഞ്ഞത് ശരിയല്ല, അവിടെ അക്രമം കാണിക്കാൻ വന്നതാണ്. 7600 ആളുകൾ അവിടെ പങ്കെടുത്തിട്ടുണ്ട്. ആർക്കും ഒരു പരാതി ഉണ്ടായിട്ടില്ല. പിന്നെ അവിടെ ചെറിയ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയവരാണ് അതിന് കാരണക്കാരൻ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയല്ല, മുഖ്യമന്ത്രി പച്ചക്കള്ളമാണ് ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എന്നല്ലേ? അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞാൽ ഇവരെ കളവ് കേസിൽ പ്രതിയാക്കിയ എഫ്ഐആർ ആണോ? എന്താ മാഷ്, ആണോ? അപ്പൊ ഈ പോലീസ് എങ്ങനെയാ മുഖ്യമന്ത്രിയുടെ പോലീസാവുന്നത്? നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ പോലീസ്. ഈ പോലീസ് മുഖ്യമന്ത്രിയുടെ പോലീസ് അല്ല. ആണെങ്കിൽ ഇങ്ങനെയല്ല ഉണ്ടാവുക. അത് തന്നെയാണ് എന്റെ പ്രശ്നം. നിസ്സഹായം എന്ന് പറഞ്ഞ പാർട്ടി പ്രവർത്തകരെ, പൊതുപ്രവർത്തകരെ പോലീസ് സ്റ്റേഷനിൽ പോയാൽ അവരനുസരിക്കുന്നില്ല. പിന്നീടുള്ള മാർഗമാണ് ഈ പോലീസിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പി ശശി. അദ്ദേഹത്തോട് പറഞ്ഞിട്ടും കാര്യമില്ല. അദ്ദേഹത്തോട് പറഞ്ഞാലോ, ഈ ചങ്ങാതിന്റെ എല്ലാ കാര്യങ്ങളും എഴുത്തും കുത്തും തെളിവുമായിട്ട് എത്ര പ്രാവശ്യം പി ശശിയുടെ അടുത്ത് ഞാൻ പോയതാണ്. ഈ പോലീസ് മുഖ്യമന്ത്രിയുടെ പോലീസ് അല്ല, അത് ഞാൻ വിശദീകരിച്ചു. നിങ്ങളിതൊരു നല്ല ആംഗിളിൽ എടുക്കണം. നിങ്ങൾക്ക് ആകെ വേണ്ട വിവാദങ്ങൾ. നിങ്ങൾ അങ്ങനെ പോകണേ പോയിക്കോ, ഞാൻ നിങ്ങളായിട്ട് പിരിയും. ഞാൻ എൻ്റെ ഒറ്റയ്ക്ക് എനിക്കറിയാതെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്. നിങ്ങൾ ഇത്രയൊക്കെ ആത്മാർത്ഥമായി തുറന്ന് ഈ വിഷയങ്ങൾ പറഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ മുഖ്യമന്ത്രിനെ ആക്രമിക്കാനാണെങ്കിൽ ഞാൻ ആ വിഷയത്തിനില്ല. എനിക്കറിയാം ഒറ്റയാൾ പോരാട്ടം നടത്താൻ നിങ്ങൾ ആരും വേണ്ട. ഇവിടെ ഇല്ല, നിയമസ്ഥിതി ഉണ്ട്. ആ വഴിക്ക് ഞാൻ നീങ്ങും. അല്ല, അത് പറഞ്ഞോട്ടെ. അത് പറയേണ്ട ഘട്ടമാകുമ്പോൾ അദ്ദേഹം പറയും. അദ്ദേഹത്തിന് മറുപടി പറയാതിരിക്കാനില്ല. ആ സമയത്ത് അദ്ദേഹം പറയും. ഇതിന് ഉത്തരവാദി അദ്ദേഹം നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. 29 വകുപ്പ് ഭരിക്കുന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹം. അതിലൊരു വകുപ്പ് മാത്രം ആഭ്യന്തരം. അത് പാർട്ടിയാണ് ഏൽപ്പിച്ചതാരെ ഞാൻ മനസ്സിലാക്കുന്നത്. പി ശശിയെ പാർട്ടി റിക്രൂട്ട്മെന്റ് അല്ലേ? മുഖ്യമന്ത്രിയുടെ വീട്ടിലെ അമ്മായിന്റെ മകനൊന്നുമല്ല മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് വെച്ചിട്ടുള്ളത്. അതിന്റെ ഉത്തരവാദിത്തം പാർട്ടിക്കില്ലേ? പി ശശി ഞാൻ ഈ പറഞ്ഞ കാര്യം ശരിയോ തെറ്റോ എന്നില്ല, പാർട്ടി പരിശോധിക്കട്ടെ. എന്തിനാ മുഖ്യമന്ത്രിയുടെ രംഗത്തേക്ക് കയറുന്നത്? അതന്നെയാണ് എന്റെ സ്റ്റേറ്റ്മെന്റ്. അതിൽ യാതൊരു തർക്കമില്ല. കഴിഞ്ഞ നായനാർ സർക്കാരിന്റെ കാലത്ത് പി ശശി ആയിരുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി. അന്ന് സർക്കാരിനെ ഗവൺമെന്റിനെ ഇല്ലാതാക്കിയ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പങ്കുള്ളതായ വ്യാപകമായ ആരോപണം ഉണ്ടായിരുന്നു. അതാണ് അതേ അവസ്ഥയിലേക്ക് തന്നെയാണോ? അദ്ദേഹത്തിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല. ഞാൻ അതൊന്നും പറയില്ല മാഷ്. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊക്കെ പാർട്ടി അന്വേഷിക്കട്ടെ. താങ്കൾ ഇത്ര തീവ്രമായി ഉന്നയിക്കുന്നതിന് മുൻപും പോലീസിനെതിരെ പലതരത്തിലുള്ള പരാതികൾ, ആരോപണങ്ങളൊക്കെ വന്നിരുന്നു. ഇത്ര ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് വരെ ആരോപണങ്ങൾ വന്നിരുന്നു. ആ സമയത്ത് അപ്പോഴെങ്കിലും മുഖ്യമന്ത്രി ഇതൊന്ന് നോക്കേണ്ടിയിരുന്നില്ലേ? അല്ല, അതിലേക്കൊന്നും ഇപ്പം ഞാനില്ല. നിങ്ങളുടെ ഉദ്ദേശം ദുരുദ്ദേശം, നിങ്ങൾ സദുദ്ദേശത്തിൽ നിൽക്കുക. സദുദ്ദേശത്തിലാണെങ്കിൽ നമുക്ക് അതിന് ആൻസർ പറയാം. ദുരുദ്ദേശത്തിൽ എന്താ അറിയാം, ഞാൻ അതിൻ്റെ മറുപടി പറയും. അത് വേറെ രീതിയിലാവും. എന്റെ സ്വഭാവം അതിന് പറ്റുന്നതല്ല. അതുകൊണ്ടാണ് പ്രശ്നം. ഇതിലെ ഈ പറയുന്ന പി ശശിയും അതെനിക്കറിയില്ല. MR അജിത് കുമാറും ഈ പറയുന്ന ഈ IPS എണ്ണപ്പെട്ട വ്യക്തികളും ഈ ഡാൻസ് ഓഫ് അടക്കമുള്ള അദ്ദേഹത്തിന്റെ ഒരു ക്രിമിനൽ സംഘത്തിന് ഇവിടുത്തെ എല്ലാ കള്ളക്കടത്തിലും ബന്ധമുണ്ട്. ആ ഓഡിയോ സംഭാഷണം ഞാൻ കട്ട് ചെയ്ത, ഇതിൽ മുഴുവനില്ല. ചില ഭാഗങ്ങൾ ഞാൻ നീക്കിയിട്ടുണ്ട്. ആ ഭാഗം കൂടി ഇതിലേക്ക് വരികയാണെങ്കിൽ സുജിത് ദാസ് എല്ലായിടത്തേക്ക് താനൂർക്കാർ തെരഞ്ഞു പോകും. അതവിടെ നിൽക്കട്ടെ. ഞാൻ അതല്ല ഇതിൽ ഉദ്ദേശിക്കുന്നത്. സംരക്ഷിക്കുന്ന നിലപാടാണ് സുജിദാസ് ആണെങ്കിലും ആരോപണ വിധേയനായിട്ട് പോലും ഈ മലപ്പുറം SP ആയിട്ട് തുടർന്ന സാഹചര്യം ഉണ്ടായി. DSP ബെന്നി, അതുപോലെ തന്നെ SHO ജീവൻ ജോർജ്. എന്റെ ബെന്നി ഒന്നും മാറാത്ത ഞാൻ പറഞ്ഞില്ല. ഇപ്പം ഈ കാര്യം പറഞ്ഞില്ല. എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞ DSP ബിജു തിരൂരിന് എന്താ നിൽക്കുന്ന കോളാണ്. ഈ ബെന്നി എന്ന് പറയുന്ന DSP ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തെ അവിടെ നിർത്തുക എന്നുള്ളത് ഈ പറയുന്ന MRന്റെ ആവശ്യമാണ്. അപ്പൊ അദ്ദേഹത്തെ സേഫ് ഗാർഡ് ചെയ്യുന്ന കീ പോസ്റ്റുകളിൽ അദ്ദേഹത്തിന്റെ വാക്കിന് മറുപടി പറയാൻ കഴിയാൻ ശേഷിയില്ലാത്ത നിർത്തിയിട്ടൊന്ന്, അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകളെ നിർത്തിയിരിക്കുന്നത്.
അങ്ങനെയുള്ള ഒരു വലയം സൃഷ്ടിച്ചല്ലേ പോകുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ ഒരു ഫോൺ കോളിൻ്റെ കാര്യം പറഞ്ഞില്ല. ഇപ്പം പോയി നോക്കി എത്ര കിലോ ആഭരണം വീട്ടിലുണ്ടെന്ന് അറിയാം. ഇപ്പം പോകണം, ചിലപ്പോൾ മാറ്റിയിട്ടുണ്ടാകും, കാരണം ഞാൻ പണി തുടങ്ങിയിട്ട് കുറച്ച് ദിവസമല്ല. ഓരോ മാസവും കിലോ കണക്കിന് ആഭരണങ്ങളാണ് പോകുന്നത്. ADGP എന്തിനാ ഇങ്ങനെ ഇടയ്ക്കതിലൊക്കെ ഇറങ്ങുന്നത്? നിങ്ങളാരെയും അന്വേഷിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ നോക്കാനാ? ഗ്രീൻ ചാനലിൽ കൂടെ കടത്തി വിടുന്നുണ്ട് വേറൊരു ഭാഗത്ത്. ഞാനീ പറഞ്ഞ അവരുടെ ആളുകൾ, ആ സംഘത്തിൻ്റെ ആളുകൾ വന്നാൽ എല്ലാ പ്രോട്ടോക്കോളും മാറ്റി എയർപോർട്ട് വഴി പോയ ആളുകൾക്ക് അറിയുന്നുണ്ടാവും, അവിടെ ഗ്രീൻ ചാനൽ ഉണ്ടാവും. നത്തിങ് ടു ഡിക്ലെയർ, നമുക്ക് അങ്ങോട്ട് പോവാം. അതിന് സംശയം തോന്നുന്നവരെ ഇവർ പിടിച്ച് സ്കാൻ ചെയ്യാം. അപ്പം നത്തിങ് ടു ഡിക്ലെയർ, ഗ്രീൻ ചാനൽ അങ്ങനെ പോകും. അതിനവിടെ എസ്കോർട്ട് ഉണ്ടാവും, വണ്ടി കയറി പോകും. അത് വേറെ ഇതിൻ്റെ, ഞാനതിലേക്ക് വരും, അത് വലിയൊരു സബ്ജക്റ്റാണ്. ഇതിപ്പോൾ നമ്മളൊരു മണിക്കൂർ എടുത്താൽ എനിക്കറിയില്ല, ചിലപ്പോൾ അത് 2-3 മണിക്കൂർ, ചിലപ്പോൾ രാത്രി വരെ ഇരിക്കേണ്ടി വരും. സ്വർണം കടത്തിക്കൊണ്ടേ കേരളത്തെ തന്നെ കടത്തിക്കൊണ്ടിരിക്കുകയാണ്, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ. ആ കൂട്ടത്തിൽ പാർട്ടിയും കൂടി ഈ സ്റ്റേറ്റിൽ നിന്ന് കടത്താൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അക്കോർഡിംഗ് ടു മീ ലീഗിലേക്കും കോൺഗ്രസിലേക്കും പോകുന്ന പ്രചാരണം എംഎൽഎ പറഞ്ഞു, ഈ PCC പോലെയുള്ള ഒരു കരുത്തനായ CPM സംസ്ഥാന നേതാവിനെതിരെ പറഞ്ഞ് ഇടതുപക്ഷ രാഷ്ട്രീയങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയുമോ? ഞാനിപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുണ്ട്, വായിച്ചാൽ മതി, അതിൻ്റെ ആൻസർ അതിലുണ്ട്. നിർത്തമോ? നിങ്ങളും കഴിയും.